ഇന്നിതേ ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. അത് പിള്ളേർക്ക് കടുമാങ്ങ വേണമെന്ന് പറഞ്ഞു. അപ്പം ഉമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇപ്പം കടുമാങ്ങ വേണമെന്ന് പറഞ്ഞു. അപ്പം മാങ്ങ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുത്തേക്കാന്ന്. അപ്പം മാങ്ങ പറിക്കണം. ഒരുപാട് മാങ്ങ ഉണ്ട് കേട്ടോ. ഒന്ന് പറിച്ചു. നല്ല മണമാണ് മാങ്ങക്ക്. അങ്ങനെ അതേ 2 എണ്ണം പറിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെത്തിയെടുക്കണം. ചിലർ തോടോടു കൂടിയാണ് മാങ്ങയുടെ തൊലി അടക്കാണ് ചിലർ വെക്കാറ്. പക്ഷേ തൊലി ചില മാങ്ങൻ്റെ തൊലിയുള്ളപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചിലതിന് ടേസ്റ്റ് കുറവായിരിക്കും. ഇത് ഞാൻ വിചാരിച്ചു തൊലി ചെത്തിയിട്ട് ചെയ്യാമെന്ന്. പഴുപ്പ് വരുന്നുണ്ട് മാങ്ങക്ക്. എത്രയും ദിവസം ഇവിടെ മാങ്ങ ഉണ്ടായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു മോശമല്ലേ. അപ്പം ഞാൻ കരുതി അവർക്ക് ഇന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് കരുതി. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ചെത്തിക്കാളിട്ടോ. അത് ഫുള്ള് ചെത്തുന്നത് കാണിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. ഫുള്ളൊന്ന് ചെത്തിക്കാളട്ടെ. അങ്ങനെ ദേ മാങ്ങ 2ഉം ഫുള്ള് തൊലി ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം കഴുകിയിട്ട് ചെറുതായിട്ട് മുറിച്ചിടണം. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ആവശ്യമുണ്ട്. ഇവിടെ മരമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഷോപ്പിൽ നിന്നുള്ള കറിവേപ്പിലനെക്കാട്ടിയും നല്ലത് വീട്ടിലുള്ളത് ഇട്ടെന്ന് കേട്ടോ. വെള്ള കറിവേപ്പില ഞാൻ ഇട്ടെന്ന് നുള്ളുക. ഉള്ള കറിവേപ്പിലയും ഞാൻ നുള്ളിക്ക്. അപ്പോൾ ഇത് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതേ കടുമാങ്ങ ഉണ്ടാക്കുകയാണ്. ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ എന്താ പറയുക, എനിക്ക് എൻ്റെ അമ്മായിനെ ഫോളോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മായിനെ ഫോളോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ അമ്മായി കഴിയുന്നതും ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുക. ചോറ് കലത്തിലാണ് വെക്കുക, കറി ചട്ടിയിലാണ് വെക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും കറികൾ ചട്ടിയിൽ മാത്രമാണ് വെക്കാറ്. ചിക്കൻ കറി ഒഴികെ വേറെ എന്തും ഞാൻ ചട്ടിയിലാട്ടോ വെക്കുക. ഈവൻ നമ്മളൊരു മമ്പയർ കറി വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചെറുപയർ കറി വെക്കുകയാണെങ്കിലോ ഒക്കെ ഞാൻ ചട്ടിയിൽ വെക്കും, കുക്കറിലിടാതെ. പക്ഷെ കുറേ ഗ്യാസ് പോവുമെങ്കിലും എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ചിക്കൻ മാത്രമേ ഇവിടെ കുക്കറിൽ വെക്കാറുള്ളൂ എന്ന് പറയാം. അപ്പോൾ ആ ഒരു കറി എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ കുറേ ചട്ടികൾ കേട്ടോ, കുഞ്ഞു ചട്ടി വലിയ ചട്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിത് എടുക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കുക്കിംഗ് വ്ളോഗ് ഇടുന്നത്. അപ്പം ഉലുവയും കടുകും കൂടി ഒന്ന് കഴുകി എടുത്തതാണ് ഇതിലേക്ക് ഇടാൻ. അപ്പോൾ എനിക്കിങ്ങനെ ഇന്ന അളവ് എന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. കുക്ക് ചെയ്യലുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ചെയ്യലില്ലെന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെ തന്നെയാണ്. അപ്പം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ചിട്ടാലാണ് കുറച്ചും കൂടി ബെറ്റർ ആകുക. പക്ഷേ എനിക്ക് വേഗം കൈ മുറിയും, അതുകൊണ്ട് ഞാൻ നല്ലോണം ചതച്ചെടുത്തതാണ്. അതേപോലെ നേരത്തെ പറിച്ച് വെച്ച കറിവേപ്പില. ചട്ടി ചൂടായി, കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും ഒന്ന് ഇട്ടെടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടുക്കളയിൽ നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമില്ല. പിന്നെ ഞാൻ മാങ്ങ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ
ഇത് നിങ്ങൾ വിചാരിക്കും 2 മാങ്ങ ഇത്രത്തോളം ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് ഇട്ടിട്ടില്ല കേട്ടോ. മുളക് കൂടിയും ചെറുതാക്കി മുറിച്ചിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എൻ്റെ മോളെ പേടിച്ചിട്ട് ഞാൻ മുളക് ഇട്ടിട്ടില്ല. ഇതിലേക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കട്ടെ. അതിലേക്ക് ഇതാ മാങ്ങ ഇട്ടാണ്. മാങ്ങ ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഓക്കെ, അങ്ങനെ മാങ്ങ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇത് പുറത്തേക്കാണ് ഗൈസ് പകുതിയും പോകുന്നത്. അപ്പം മുളക് പൊടി ഇടുകയാണ്. വലുതായിട്ട് എരിവൊന്നും ഇവിടെ ആവശ്യമില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാൻ പറഞ്ഞില്ലേ എത്ര സ്പൂണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാ. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് കുറച്ചും കൂടി ഒന്ന് വേവട്ടെ. എരിവിലും ഉണ്ടാക്കാറുണ്ട്, മധുരത്തിലും ഉണ്ടാക്കാറുണ്ട്. ഇവിടെ മധുരത്തിലാട്ടോ ഇഷ്ടം, പിള്ളേരല്ലേ. അപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് ഇതിലേക്ക് ശർക്കര. അങ്ങനെ അതേ മാങ്ങ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ കുറേയൊക്കെ വറ്റി. അപ്പോൾ അതിലേക്ക് 2 അണി ശർക്കര ഇടുക കേട്ടോ. ഇനി ശർക്കര ഒന്ന് ഉരുകയും ചെയ്യണം. ഇതൊന്നും കൂടി ഒന്ന് വെള്ളം വറ്റുകയും ചെയ്താൽ നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി. അങ്ങനത്തെ നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. നല്ല ചൂടാണ്. പിന്നെ അടുപ്പത്ത് നിന്ന് എടുക്കുന്നതിന് ചൂടല്ലാതെ തണുപ്പുണ്ടാവും. കമന്റ് ഇടണേ. അപ്പം അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു പുളി, ചെറിയൊരു മധുരം, ചെറിയൊരു എരിവ്. ആ ഒരു സംഭവത്തിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഇതിനി
ചൂട് തണിഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറച്ചായിട്ട് കൂട്ടാം. അപ്പോൾ ഇതാണ് കടുമാങ്ങ വിശേഷം. ഓക്കെ, ടാറ്റാ.